ആശമാർ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം അനുഷ്ഠിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ തങ്ങൾക്ക് കഴിയുന്നത് പോലെ കേന്ദ്രം എന്തൊക്കെ അവഗണന ചെയ്തിട്ടും പൊതുജനത്തിന് ആവശ്യമായ സേവനങ്ങളൊക്കെ എത്തിക്കാനുള്ള തത്രപ്പാടില്ല. കഴിഞ്ഞ ദിവസമാണ് താൽക്കാലിക കരാർ ജീവനക്കാർക്കുള്ള ശമ്പളം 5% മുതൽ ഉയർത്തിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയത്. അതിനു പിന്നാലെ ഇപ്പോൾ പെൻഷൻ കുടിശ്ശിക കൂടി അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവും പുറത്തിറങ്ങിയിരിക്കുകയാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. നിലവിൽ 3 ഗഡുക്കളാണ് കുടിശ്ശികയുള്ളത്. അതിൽ ഒരു ഗഡു മെയ്യിൽ അനുവദിക്കാനാണ് തീരുമാനം. അതോടൊപ്പം മെയ് മാസത്തെ പെൻഷനും നൽകും. അങ്ങനെ വരുമ്പോൾ 2 തവണ ഉപഭോക്താക്കൾക്ക് 2 പെൻഷൻ ലഭിക്കും. ഓരോ ഗുണഭോക്താവിനും മെയ് മാസത്തിൽ 3200 രൂപയാണ് ലഭിക്കുന്നത്. അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. അതിനായി 1800 കോടി രൂപയോളം വേണം. കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനഞെരുക്കത്തിന്റെ ഭാഗമായി കുടിശ്ശികയിൽ ക്ഷേമ പെൻഷനിലെ ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. അവശേഷിക്കുന്ന 2 ഗഡു കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. 5 ഗഡുക്കളാണ് പെൻഷൻ ഇനത്തിൽ കുടിശ്ശികയായി ഉണ്ടായിരുന്നത്. അതിൽ 2 ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തു. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം ഉപഭോക്താക്കൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. ഏപ്രിലിലെ ക്ഷേമ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ അതത് മാസം തന്നെ പെൻഷൻ വിതരണം നടന്നിട്ടുണ്ട്. കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനഞെരുക്കത്തിന്റെ ഭാഗമായാണ് കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഗഡു ഇതുവരെ മുടങ്ങിയിരുന്നത്. ഇതിനെതിരെ സംസ്ഥാനം പലതവണ കേന്ദ്രത്തിനെ സമ്മർദ്ദപ്പെടുത്തുകയും ചെയ്തു. ഇതിനു മുൻപും ഒന്ന് വിതരണം ചെയ്തിരുന്നു. 5 ഗഡുക്കളാണ് കുടിശ്ശികയായി ഉണ്ടായിരുന്നത്. അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിലും അറിയിച്ചിരുന്നു. അതിൽ 2 ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തു. ബാക്കി 3 ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം തന്നെ ഉറപ്പായും നൽകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു. അതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിക്കുന്നത്. 62 ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. ഏപ്രിലിലെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ അതാത് മാസം തന്നെ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ സംസ്ഥാനം മുൻകൂറായി ചെലവഴിച്ച 121.54 കോടി രൂപ കേന്ദ്രം നൽകാനുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയെ അറിയിച്ചിരുന്നു. 55 ലക്ഷത്തിലധികം പേർക്ക് 1600 രൂപ പെൻഷൻ കിട്ടുന്നതിൽ 8,46,456 പേർക്ക് മാത്രമാണ് 200 മുതൽ 500 രൂപ വരെ കേന്ദ്രവിഹിതമുള്ളത്. 2022 ഡിസംബർ വരെ മുഴുവൻ തുകയും സംസ്ഥാനം ഒരുമിച്ച് നൽകുകയും കേന്ദ്രവിഹിതം പിന്നീട് തിരിച്ചു നൽകുകയുമാണ് ചെയ്തിരുന്നത്. എന്നാൽ തുക കൃത്യമായി മടക്കി നൽകാതെ കേന്ദ്രം കുടിശ്ശികയാക്കി. 2023 ജനുവരി മുതൽ കേന്ദ്രവിഹിതം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകാൻ തുടങ്ങിയെങ്കിലും കൃത്യമായി ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഇതോടെ കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂറായി കേന്ദ്ര സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് നൽകി തുടങ്ങി. എന്നാൽ സംസ്ഥാനം മുൻകൂറായി നൽകുന്ന തുകയും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകാതെ കാലതാമസം വരുത്തുന്നു. പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇത് പരിഹരിക്കാൻ കേന്ദ്രം തയ്യാറാകാത്ത സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉണ്ടായത്.